വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവറും യാത്രക്കാരും നിർബന്ധമായും സീറ്റ് ബെൽറ്റ് ധരിക്കുക. ഫോൺ ഉപയോഗിച്ചുകൊണ്ടോ മദ്യപിച്ചുകൊണ്ടോ വാഹനം ഓടിക്കരുത്. ഡ്രൈവിംഗ് പഠിക്കുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കൂ. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ട്. സംസാരിക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിൽ വീഡിയോകൾ കണ്ടിന്യൂസ് ആയിട്ട് പോകണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ വാഹനം പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ കാണിച്ചു തരുന്നത്, നമ്മൾ കാർ ഡ്രൈവിങ്ങിൽ എപ്പോഴൊക്കെയാണ് ഫുൾ ക്ലച്ചും ഹാഫ് ക്ലച്ചും കൃത്യമായിട്ട് യൂസ് ചെയ്യേണ്ടത്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഹാഫ് ക്ലച്ചിൽ വാഹനം ഓടിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ എങ്ങനെ ശരിയായ രീതിയിൽ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ ഫുഡ് പെഡൽ കൃത്യമായിട്ട് കാണിച്ചുകൊണ്ടുള്ള ഒരു വിഷ്വലും കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഫുൾ ക്ലച്ചും ഹാഫ് ക്ലച്ചും എപ്പോഴാണ് ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു ഐഡിയ കിട്ടും. ഇനി ഹാഫ് ക്ലച്ചിലേക്ക് വരുന്ന സാഹചര്യങ്ങളിലുള്ള കാലിൻ്റെ ബാലൻസ് എങ്ങനെ ശരിയായ രീതിയിൽ ചെയ്യണമെന്ന് നമുക്ക് ഈ വിഷ്വലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെൽ ഐക്കണിൽ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ ഇടുക്കി കട്ടപ്പനയിൽ എനിക്കൊരു ഡ്രൈവിംഗ് സ്കൂളുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ വന്നു കഴിഞ്ഞാൽ ക്ലാസ് നൽകുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു കാർ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് എന്താണ് ഫുൾ ക്ലച്ച്, എന്താണ് ഹാഫ് ക്ലച്ച് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഫുൾ ക്ലച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്ന സാഹചര്യങ്ങളിൽ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നതിനെയാണ് ഫുൾ ക്ലച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഫുൾ ക്ലച്ച് എന്തിനാണ് ഡ്രൈവിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ വാഹനം ഒരു ഗിയറിൽ പോകുന്ന സാഹചര്യങ്ങളിൽ, ഉദാഹരണം പറയാം, നമ്മളുടെ വാഹനം ഒരു ഫസ്റ്റ് ഗിയറിലോ സെക്കൻഡ് ഗിയറിലോ തേർഡ് ഗിയറിലോ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പോകുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മളുടെ വാഹനത്തിൻ്റെ വേഗത പൂർണ്ണമായിട്ട് കുറച്ചുകൊണ്ട് നമ്മളുടെ വാഹനം നിർത്തേണ്ട രീതി വരുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ കൂടുതൽ ഫുൾ ക്ലച്ച് അമർത്തുന്നത്. ഉദാഹരണം പറയാം, നമ്മളൊരു തേർഡ് ഗിയറിൽ ഒരു സ്ട്രെയിറ്റ് റോഡിൽ പോകുന്നു, നമ്മളുടെ വാഹനം സൈഡിലേക്കൊന്ന് ഒതുക്കി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. ആ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളുടെ വണ്ടിയുടെ എൻജിൻ ഓഫാകാതെ എൻജിൻ സ്റ്റാർട്ടിങ്ങിൽ നിൽക്കണം. അപ്പോൾ അങ്ങനെ എൻജിൻ ഓഫാകാതെ നമ്മളുടെ വാഹനത്തെ നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ആദ്യം ബ്രേക്കിൽ കാല് വരും. അതിനുശേഷം ഫുൾ ക്ലച്ച് ചവിട്ടി വണ്ടി സൈഡിലേക്ക് ഒതുക്കും. നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരുപാട് പേരുടെ ഒരു പ്രോബ്ലമാണ്, ഫുൾ ക്ലച്ച് ചവിട്ടാറില്ല. എന്ത് ചെയ്യും, ഒരു ഹാഫ് ക്ലച്ചോ അല്ലെങ്കിൽ ഒരു 3/4% ചവിട്ടി വണ്ടി നിർത്താൻ ശ്രമിക്കും. അപ്പം ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനർ ഈ മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, ഫുൾ ക്ലച്ച് ചവിട്ടാതെ ബ്രേക്ക് ചെയ്യുമ്പോൾ വണ്ടി എൻജിൻ ഇടിച്ചിടിച്ച് വണ്ടി ഓഫായി പോകും. പലപ്പോഴും നിങ്ങൾക്ക് വണ്ടി നിർത്തുന്ന സമയത്ത് വണ്ടി പൂർണ്ണമായിട്ടും എൻജിൻ ഓഫായി പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഫുൾ ക്ലച്ച് നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ഫുൾ ക്ലച്ച് ഏതൊക്കെ സാഹചര്യങ്ങളിൽ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ വാഹനം ഏറ്റവും തീർത്തും സ്ലോ ആകുന്ന എല്ലാ സാഹചര്യങ്ങളിലും. ഉദാഹരണം പറയാം, നമ്മളൊരു ട്രാഫിക്കിൽ ഓടിക്കുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് പൂർണ്ണമായിട്ടും ഫുൾ ക്ലച്ച് താഴ്ത്തി പിടിച്ചിട്ട് ബ്രേക്കിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമ്മളുടെ വണ്ടിയുടെ എൻജിൻ ഓഫ് ആകാതെ നിർത്താൻ കഴിയുള്ളൂ. പിന്നീട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം എടുക്കുക. അങ്ങനെ എപ്പോഴൊക്കെ നമ്മളുടെ വാഹനം പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് എടുക്കണം, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഫുൾ ക്ലച്ച് ചവിട്ടുക. പിന്നെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഇറക്കത്തൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സിറ്റുവേഷനിൽ ഫുൾ ക്ലച്ചിലും ബ്രേക്കിലും വരാറുണ്ട്. അത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ മുന്നിലൊരു വാഹനം പോകുന്നു, നല്ല തിരക്കാണ്, ഒരു ട്രാഫിക് പോലെ ഒരു റോഡ്, ഇറക്കം കൂടിയ റോഡാണ്. അപ്പോൾ മുന്നിലൊരു വാഹനം പോകുന്ന സാഹചര്യങ്ങളിൽ ആ മുന്നിൽ പോകുന്ന വാഹനം പതിയെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബ്രേക്കിൽ കാല് വെച്ച് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ചിട്ട് എൻജിൻ ഓഫ് ആകാതെ പതിയെ പോകും. കാരണം മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ വേഗത ഒരു 10 കിലോമീറ്റർ താഴെയുള്ള വേഗതയായിരിക്കും. അതായത് അനങ്ങിയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഗിയറിൽ തന്നെയായിട്ട് വണ്ടി ഇറങ്ങി പോകില്ല. കാരണം തീർത്തും സ്ലോ ആയിട്ടാണ് പോകുന്നത്. അതായത് വണ്ടി ചിലപ്പോൾ നിന്നു പോകാം, അത്രയധികം സ്ലോയിലായിരിക്കും പോകുന്നത്. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഇറക്കത്ത് ഫുൾ ക്ലച്ചിൽ വരിക, ബ്രേക്കിൽ വരിക. അതിപ്പം ഇറക്കം കൂടി ഒരു ഗട്ടറായിട്ടുള്ള റോഡിലാണെങ്കിലും ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇതേ ചെയ്യാൻ മാർഗ്ഗമുള്ളൂ. അല്ലാത്തൊരു സാഹചര്യത്തിൽ കുത്തനെയുള്ള ഒരു ഇറക്കമൊക്കെയാണ് നമ്മൾ ഇറങ്ങുന്നതെങ്കിൽ അവിടെ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് മാത്രം പോകാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു രീതി നമ്മൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. ഇനി അതുപോലെ തന്നെ നമ്മൾ കാർ ഡ്രൈവിങ്ങിൽ ഹാഫ് ക്ലച്ച് എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്, നമ്മൾ ബ്രേക്കിൽ ഇങ്ങനെ ചവിട്ടി പിടിക്കുന്നു, ക്ലച്ചിൽ നിന്ന് പതുക്കെ കാല്
ക്ലച്ച് അയച്ച് നമ്മൾ വരുമ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങാൻ തുടങ്ങുന്ന ആദ്യത്തെ ആ ഒരു നിമിഷം നമ്മൾ ക്ലച്ചിലേക്ക് കാല് വരുമ്പോൾ എപ്പോഴാണ് വണ്ടി നീങ്ങുന്നത്, ആ ഒരു പോയിൻ്റാണ് ഈ ഹാഫ് ക്ലച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വണ്ടി നീങ്ങുന്ന ആദ്യത്തെ പോയിൻ്റ്. അപ്പോൾ ഈ ഹാഫ് ക്ലച്ച് ഓരോ വാഹനങ്ങളിലും വ്യത്യസ്തമായിരിക്കും. ചില വണ്ടിയിൽ നമ്മളിങ്ങനെ ക്ലച്ച് ചവിട്ടിയിട്ട് പതുക്കെ അയച്ച് തുടങ്ങുമ്പോൾ തന്നെ വണ്ടി അനങ്ങി തുടങ്ങും. അതാണ് ആ വണ്ടിയുടെ ഹാഫ് ക്ലച്ച്. ചില വണ്ടിയിൽ നമ്മളിങ്ങനെ അയച്ചയച്ച് ഏകദേശം പകുതി വരുമ്പോഴായിരിക്കും വണ്ടി അനങ്ങി തുടങ്ങുന്നത്. ചില വണ്ടിയിൽ പകുതിയും കഴിഞ്ഞ് ഒരു 3/4% ആകുമ്പോഴായിരിക്കും വണ്ടി അനങ്ങി തുടങ്ങുന്നത്. അപ്പോൾ അതാണ് ആ വാഹനത്തിൻ്റെ ഹാഫ് ക്ലച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധാരണ വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് ഹാഫ് ക്ലച്ചിൽ വന്നേ വണ്ടി എടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പം ഹാഫ് ക്ലച്ചിൻ്റെ ഉപയോഗം സ്റ്റാർട്ടിങ്ങിൽ ആദ്യം തന്നെ വരുന്നുണ്ട്, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുന്ന സിറ്റുവേഷനിൽ. പിന്നെ ഹാഫ് ക്ലച്ച് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഹാഫ് ക്ലച്ച് ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് കയറ്റത്ത് വണ്ടി എടുക്കുന്ന സമയത്താണ്. കയറ്റത്തെടുക്കുന്ന സാഹചര്യങ്ങളിൽ ബ്രേക്കിൽ കാല് വന്ന് ഫുൾ ക്ലച്ച് ചവിട്ടി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ച്, അതായത് വണ്ടി നീങ്ങുന്ന പോയിന്റിലേക്ക് നമ്മളുടെ ഇടത്തേക്കാൽ ഇങ്ങനെ അയഞ്ഞ് വന്നിട്ട് കറക്റ്റ് ആ പോയിന്റ് ആണെന്ന് ഉറപ്പ് വരുത്തി കഴിയുമ്പോൾ നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ ഇവിടെ മുന്നോട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ കാലയക്കും. അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുകയും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ കാലയക്കുമ്പോൾ നമുക്ക് വാഹനത്തെ ഈസി ആയിട്ട് തന്നെ കയറ്റത്ത് വണ്ടി ബാക്കിലേക്ക് പോകാതെ മുന്നോട്ടെടുക്കാനായിട്ട് കഴിയും. ഇനി അതുപോലെ തന്നെ നമ്മൾ ഹാഫ് ക്ലച്ച് ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മളൊരു ട്രാഫിക്കിൽ വണ്ടി എടുക്കുന്ന സാഹചര്യങ്ങളിൽ, അതുപോലെ തന്നെ നമുക്ക് ചില ഗട്ടറിലൊക്കെ വാഹനം മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളിൽ ഹാഫ് ക്ലച്ച് താങ്ങി വാഹനം എടുക്കേണ്ടി വരും. അങ്ങനെ ഏതൊക്കെ സാഹചര്യങ്ങളിലാണോ നമ്മുടെ വണ്ടി തീർത്തും സ്ലോ ആയിട്ട് പോകേണ്ടത്, അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഹാഫ് ക്ലച്ച് കൃത്യമായിട്ട് യൂസ് ചെയ്യേണ്ടി വരും. ഇനി ചില സാഹചര്യങ്ങളിൽ കയറ്റത്തോടു കൂടിയ ട്രാഫിക്കുകളൊക്കെ വരുമ്പോൾ മുന്നിലൊരു വാഹനം പതുക്കെ അനങ്ങി പോകുന്നു. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നാലും നമ്മൾ കൃത്യമായിട്ടും ഹാഫ് ക്ലച്ചിൽ വന്ന് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ഹാഫ് ക്ലച്ചിൽ നിന്ന് അയച്ച് മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ വേഗതയ്ക്ക് അനുയോജ്യമായിട്ട് പതിയെ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് കാലയക്കുകയും പതിയെ ആക്സിലറേഷൻ കൊടുത്ത് പതുക്കെ വാഹനത്തെ നീക്കുന്ന ഒരു മെത്തേഡുണ്ട്. അതായത് ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനിലും. അത് ചില ട്രാഫിക് കയറ്റത്തോടു കൂടിയ റോഡുകളിലൊക്കെയാണ് കൂടുതൽ ഇത് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഹാഫ് ക്ലച്ച് ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യാറുള്ളത്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഫുൾ ക്ലച്ച് എന്താണ്, ഹാഫ് ക്ലച്ച് എന്താണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ അമർത്തിയിട്ടേക്ക്. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇന്ന് ചെറിയൊരു പനി, ജലദോഷത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ വണ്ടിയിലാക്കിയത്. തുടർന്നുള്ള വീഡിയോകൾ നമ്മൾ തീർച്ചയായിട്ടും ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.